ഹായ് സർ, എന്താണ് ഈ ബാച്ച് കോഡിംഗ് മെഷീൻ? ഈ ടോട്ടൽ പാക്കേജിങ്ങിൽ ബാച്ച് കോഡിംഗ് മെഷീൻ്റെ ആവശ്യകത എന്താണ്? നമ്മളൊരു പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് എത്തിക്കുമ്പോൾ FSSAIയും ലീഗൽ മെട്രോളജിയുടെയും നിയമപ്രകാരം നമ്മൾ നിർബന്ധമായും പ്രിൻ്റ് ചെയ്തിരിക്കേണ്ട കുറച്ച് ഡാറ്റാസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ആദ്യമേ ഒന്ന് നോക്കാം. ഇതാരാണ് മാനുഫാക്ചർ ചെയ്തതെന്നുള്ള ഡാറ്റ നമ്മൾ ഇതിനകത്ത് പ്രിൻ്റ് ചെയ്യേണ്ടതുണ്ട്. മാനുഫാക്ചർ ചെയ്തതാണ്, അതോടൊപ്പം ഇത് പാക്ക് ചെയ്ത് മാർക്കറ്റിൽ എത്തിക്കുന്നതാണ്. സപ്പോസ് ഇത് ഇമ്പോർട്ട് ചെയ്താണെങ്കിൽ ഇമ്പോർട്ട് ചെയ്തതാണ്. ഇത്രയും ഡീറ്റെയിൽസ് നമ്മളുടെ പാക്കറ്റിൽ നിർബന്ധമായും പ്രിൻ്റ് ചെയ്തിരിക്കണം. അതോടൊപ്പം ഇത് എന്ത് പ്രൊഡക്റ്റാണ്, എന്താണ് പ്രൊഡക്റ്റിൻ്റെ പേര്, ആ ഡീറ്റെയിൽസ് നമ്മൾ പ്രിൻ്റ് ചെയ്യണം. ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന കണ്ടൻറ്റ് എന്തൊക്കെയാണ്, എന്തൊക്കെ ഐറ്റംസ് ആണ് ഈ പാക്കറ്റിനകത്തുള്ളത്, അതിൻ്റെ എത്ര പെർസെൻറ്റേജ് ഉണ്ട്, ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾ അതിനകത്ത് പ്രിൻ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇതിനകത്തുള്ള ന്യൂട്രീഷ്യൻസ് വാല്യൂ നമ്മൾ പ്രിൻ്റ് ചെയ്യണം. എത്ര അളവിൽ അതിനകത്ത് പ്രോട്ടീൻ ഉണ്ട്, എന്തോരം അതിനകത്ത് കലോറി ഉണ്ട്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് നമ്മൾ പ്രിൻ്റ് ചെയ്യണം. പിന്നീട് വരുന്നതാണ് ഇതിനകത്ത് ഇൻസ്ട്രക്ഷൻസ്, നമ്മൾ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത്, ആ ഡീറ്റെയിൽസ് ചെയ്യണം. പിന്നെ ഇത് നോൺ വെജാണോ വെജാണോ അതിനുള്ള സിമ്പിൾസ് നമ്മൾ പ്രിൻ്റ് ചെയ്യണം. പിന്നെ നമ്മൾക്കുള്ള FSSAIയുടെ എംബ്ലവും അതിൻ്റെ ലൈസൻസ് നമ്പറും നമ്മൾ ഇതിനകത്ത് പ്രിൻ്റ് ചെയ്യണം. ഇത് കൂടാതെ നമ്മൾ പ്രിൻ്റ് ചെയ്യേണ്ട മറ്റ് പ്രധാനപ്പെട്ട ഡാറ്റാസാണ് ഇതിൻ്റെ MRP, മാക്സിമം റീറ്റെയിൽ പ്രൈസ്. അതോടൊപ്പം നമ്മളിതിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റ്, എന്താണ് ഈ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്തത്. അതോടൊപ്പം വരുന്ന മറ്റൊരു ഡാറ്റയാണ് ഇതിൻ്റെ എക്സ്പിരി ഡേറ്റ്, എത്ര ദിവസത്തിനുള്ളിൽ ഇത് ഉപയോഗിക്കണം, അല്ലെങ്കിൽ എന്നാണ് ഇതിൻ്റെ ഷെൽഫ് ലൈഫ് തീരുന്നത്. ഈ ഡാറ്റയും നമ്മൾ ഇതിനകത്ത് പ്രിൻ്റ് ചെയ്തിരിക്കും. ഇതോടൊപ്പം തന്നെ ഓരോ ബാച്ചിനും സെപ്പറേറ്റ് ബാച്ച് കോഡും നമ്മൾ പ്രിൻ്റ് ചെയ്യണം. കാരണം എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമുക്ക് ഇതിൻ്റെ ആ ബാച്ച് വൈസ് ഇതിനെ കണ്ടുപിടിക്കണമെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ഡാറ്റ റിക്വയർമെൻറ്റ് വന്നാൽ ആ ബാച്ച് കോഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് വേണ്ട ബാച്ച് കോഡും നമ്മൾ ഇതിനകത്ത് പ്രിൻ്റ് ചെയ്യും. അപ്പോൾ ഈ പ്രിൻ്റ് ചെയ്യുന്ന ഡാറ്റയിൽ 2 ടൈപ്പ് ഡാറ്റാസാണ് നമുക്കുള്ളത്. ഒന്ന്, ഇതിനകത്ത് സ്ഥിരമായി നമുക്ക് പ്രിൻ്റ് ചെയ്ത് വയ്ക്കാവുന്ന ഡാറ്റ. അപ്പോൾ നമ്മൾ നോർമലി ഒരു പാക്കറ്റൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് സ്ഥിരമായി വയ്ക്കാവുന്ന ഡാറ്റാസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബ്രാൻഡ് നെയിം ഉണ്ടാവും, നമ്മളുടെ മാനുഫാക്ചറിങ് അഡ്രസ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ നമ്മൾക്ക് വേണ്ട ന്യൂട്രീഷ്യൻസ് വാല്യൂ ഉണ്ട്. ഇതൊക്കെ കോമൺ ആയിരിക്കും, അല്ലെങ്കിൽ ഇതൊക്കെ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇതിനകത്ത് മാറ്റം വരാവുന്ന 1-2 ഡാറ്റാസ് എന്ന് പറയുന്നത് ഇതിൻ്റെ MRP ഇടയ്ക്ക് മാറാം, അല്ലെങ്കിൽ ഇതിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റ് റെഗുലർലി മാറിക്കൊണ്ട് ഓരോ ദിവസവും നമ്മൾ പ്രിൻ്റ് ചെയ്യേണ്ട അതാത് ദിവസത്തെ മാനുഫാക്ചറിങ് ഡേറ്റ് അത് മാറാം. അതുപോലെ തന്നെ എക്സ്പിരി ഡേറ്റ്, ഈ മാനുഫാക്ചറിങ് ഡേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ എക്സ്പിരി ഡേറ്റ് വരുന്നത്. അപ്പോൾ ആ ഡേറ്റ് നമുക്ക് മാറാം. ബാച്ച് നമ്പർ ഓരോ ദിവസത്തെയും ബാച്ചിന് വ്യത്യസ്തമായ നമ്പറാണ്, അതും മാറാം. അപ്പോൾ ഇതൊക്കെ ഒരു വേരിയബിൾ ഡാറ്റാസാണ്, നമുക്ക് സ്ഥിരമായിട്ട് പ്രിൻ്റ് ചെയ്ത് വെക്കാൻ പറ്റില്ല. അപ്പോൾ മേജറിൽ കാര്യങ്ങളെല്ലാം നമ്മൾ നേരത്തെ പ്രിൻ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. രണ്ടാമത് നമ്മളിതിനെ പാക്ക് ചെയ്യുന്ന സമയത്ത് പ്രിൻ്റ് ചെയ്യുന്നതുമായ 2 ടൈപ്പ് ഡാറ്റ. അങ്ങനെ പാക്കറ്റിലാക്കുന്ന സമയത്ത് നമ്മൾ പ്രിൻ്റ് ചെയ്യുന്നതിനെയാണ് ബാച്ച് കോഡ് എന്ന് നമ്മൾ പറയുന്നത്. അതിനകത്ത് പ്രധാനമായി അടങ്ങിയിരിക്കുന്ന മാനുഫാക്ചറിങ് ഡേറ്റ്, എക്സ്പിരി ഡേറ്റ്, MRP, ബാച്ച് കോഡ്, ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് അടങ്ങിയിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ നമ്മൾ മാർക്കറ്റിലേക്ക് എത്തിക്കുമ്പോൾ പ്രത്യേകിച്ച് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെയാണ് നിങ്ങളുടെ പ്രൊഡക്ട്സ് ചെല്ലുന്നതെന്നുണ്ട്. ഇതിനകത്ത് ചിലപ്പോൾ അവർ ആവശ്യപ്പെടും ബാർകോഡ്, നമുക്ക് ആവശ്യമുണ്ടാകും, ചിലപ്പോൾ QR കോഡ് നമ്മൾ പ്രിൻ്റ് ചെയ്യണം. ഇത്രയും ഡാറ്റാസൊക്കെ നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന മെഷീൻസാണ് ബാച്ച് കോഡിംഗ് മെഷീൻസ്.